അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പച്ച പപ്പായ എടുത്തിട്ടുണ്ട്. ഈ പപ്പായ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിന്റെ തൊലിയെല്ലാം ഒന്ന് പീലർ വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ ചെത്തി മാറ്റിയതിന് ശേഷം കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ പപ്പായയുടെ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ പപ്പായ നമുക്കൊന്ന് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പപ്പായയുടെ കഷ്ണങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. വലിയ ഹോളിൽ കൂടെ വേണം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. നീളത്തിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പപ്പായ എല്ലാം ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ പപ്പായയിൽ വെള്ളത്തിന്റെ നനവുണ്ട്. കൈ വെച്ചിട്ടോ തുണി വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് മുറുക്കി പിഴിഞ്ഞെടുക്കുക. ഇത് പപ്പായ പിഴിഞ്ഞെടുത്ത വെള്ളമാണ്. ഇത് ആവശ്യമില്ല, നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. കോട്ടൺ തുണിയിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം മുഴുവനും മാറിക്കിട്ടും. അപ്പോൾ ഇത് മുറുക്കി പിഴിഞ്ഞെടുത്തിട്ടുള്ള പപ്പായയാണ്. കൈ വെച്ചിട്ട് ഇതുപോലെ ആക്കിയിടാം. അപ്പോൾ അതെല്ലാം മുറുക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ എത്രത്തോളം വെള്ളം പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം നല്ലോണം വെള്ളം പിഴിഞ്ഞെടുക്കുക. കോട്ടൺ തുണിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം മാറിക്കിട്ടും. ഒരു പപ്പായ അല്ലേ എടുത്തിട്ടുള്ളൂ, അപ്പോൾ ഇത്രയും കുറച്ചധികം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ തന്നെ വേണം, കുറച്ചധികം ഉണ്ടല്ലോ. കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പകുതി പപ്പായയിലാണ് ചെയ്യുന്നതെങ്കിൽ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ എരിവില്ലാത്ത കശ്മീരി മുളക് പൊടിയാണ്. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കടലമാവ് ഇടാം. ഇനി ഒരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കടലമാവും അരിപ്പൊടിയും നന്നായിട്ടൊന്ന് മിക്സ് ആവണം. പിന്നൊരു കാര്യം, കടലപ്പൊടി അരിച്ചിട്ട് വേണം എടുക്കാൻ. ചെറിയ ചെറിയ കട്ടകളുണ്ടാവും. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് മുഴുവനും അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിൽ പൊടികളെല്ലാം ഒന്ന് കോട്ടായി കിട്ടണം. നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തത് നല്ലോണം ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇട്ടുകൊടുത്ത മാവുമായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ മാവിൻ്റെ അംശമില്ല. നിങ്ങൾക്ക് ഈർപ്പം തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, പപ്പായൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ പൊടികൾ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. പിന്നെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയെ കൂടെ, വലിയ ഹോളുള്ള അരിപ്പയെ കൂടെ അരിച്ചിട്ട് എടുക്കുക. ഇപ്പം പൊടിയൊന്നുമില്ല, എല്ലാം കോട്ടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കടായിൽ കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുന്നത് സ്റ്റീലിൻ്റെ അരിപ്പയായിരിക്കണം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് നിലക്കടല ഇട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ പച്ച നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റ് ചെയ്ത നിലക്കടലാണെന്നുണ്ടെങ്കിൽ ഒരു 30 സെക്കൻഡൊക്കെ ആകുമ്പോൾ തന്നെ റോസ്റ്റ് ആയി കിട്ടും. പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആയി കിട്ടും. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നിലക്കടലയുടെ നിറമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂട് മാറിക്കഴിയുമ്പോൾ നല്ലോണം ക്രിസ്പി ആയി കിട്ടും. ഇത് മാറ്റി വയ്ക്കാം. വീണ്ടും അരിപ്പ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പൊട്ടുകടലയും നിലക്കടലയൊക്കെ എടുത്താൽ മതിയാവും. ഇതൊരു 30 സെക്കൻഡൊക്കെ ആകുമ്പോൾ റെഡി ആയി കിട്ടും. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ പപ്പായ പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. കുറച്ച് കുറച്ചായിട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഒരു 10 വെളുത്തുള്ളി അരികൾ അതിൻ്റെ മേൽഭാഗത്തുള്ള തൊലി മാറ്റിയിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. 10 അല്ലി വെളുത്തുള്ളി അല്ലികളാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കരുത്, മീഡിയം ടു ഹൈ ഫ്ലെയിം വെക്കുക. വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് നല്ലൊരു മണമായിരിക്കും. നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരും. പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും. ഇപ്പോൾ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കയ്യിൽ പിടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും, പൊടിഞ്ഞു വരും. ഇത് മാറിയിട്ട് നമ്മളിതുപോലെ പിടിച്ച് നോക്കുന്ന സമയത്ത് നല്ല മൊരിഞ്ഞിരിക്കും. എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. രണ്ടാമത്തെ ബാച്ചും ഇട്ട് കൊടുക്കാം.
അപ്പം നമ്മളെ രണ്ടാമത്തെ ബാച്ച് മൊരിഞ്ഞ് വരാറാവുന്ന സമയത്ത് ഒരു 2-3 വറ്റൽ മുളക് മുറിച്ചതിട്ട് കൊടുക്കാം. ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ നിലക്കടലയും പൊട്ടുകടലയൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ എണ്ണയിലിട്ട് മൂപ്പിക്കാം. ഞാനിപ്പോൾ ലാസ്റ്റിൽ ഇതുപോലെയാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ അത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. ബാക്കിയിരിക്കുന്നതെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അധികം എണ്ണയൊന്നും കുടിക്കില്ല. ഇപ്പോൾ കണ്ടില്ല, ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നിലക്കടലയും പൊട്ടുകടലയും കൂടെ ഇതിലേക്ക് അങ്ങ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി അങ്ങ് ചേർക്കാം. കൂടിപ്പോവുകയൊന്നുമില്ല. നമ്മൾ ആദ്യം 1 ടീസ്പൂൺ കായപ്പൊടി പപ്പായ മിക്സ് ചെയ്ത സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അധികം മാവൊക്കെ ചേർന്നപ്പോൾ ആ കായപ്പൊടിയുടെ ഒരു ടേസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. കായപ്പൊടി ടേസ്റ്റ് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് കുറവായത് കൊണ്ടാണ് ചേർത്ത് കൊടുത്തത്. രുചിച്ച് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രുചിച്ച് നോക്കിയപ്പോൾ ടേസ്റ്റ് കുറവായത് കൊണ്ടാണ് കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ നിലക്കടലയിലും പൊട്ടുകടലയിലും ഒന്നും ചേർത്തിട്ടില്ല, വെറുതെയാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊട്ടുകടലയും നിലക്കടലയും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൊത്തത്തിൽ അങ്ങ് മിക്സ് ആക്കാം. അപ്പോൾ വെറുതെ കിട്ടുന്ന പപ്പായ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ മിക്സർ റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വൈകിട്ട് സ്കൂൾ വരുന്ന സമയത്ത് ഇതുപോലെ ചെയ്തു കൊടുക്കുക. അപ്പോൾ പപ്പായ വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്